അഭയ കേസ് സിബിഐ കോടതി ജഡ്ജി പിന്മാറി. തിരുവനന്തപുരം സിബിഐ കോടതി ജഡ്ജി ജോണി സെബാസ്റ്റ്യനാണ് പിന്മാറിയത്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ലെസ്ലി ജോൺ ചേരുന്നുണ്ട്. ലെസ്ലി, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കേസുമായി ബന്ധപ്പെട്ട് ജഡ്ജി പിന്മാറാനുണ്ടായത്? സാഹചര്യം എന്തായിരുന്നു? വിശദാംശങ്ങൾ. സൗമി, അഭയ കേസുമായി ബന്ധപ്പെട്ട് തെളിവുകൾ നശിപ്പിച്ചതിന്റെ വിധി പറയാൻ നാളെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം സിബിഐ കോടതി ജഡ്ജി ജോണി സെബാസ്റ്റ്യൻ ഇതിൽ നിന്നും പിന്മാറിയിരിക്കുന്നത്. ഇതിന് ചില സാങ്കേതിക കാരണങ്ങളാണ് ജഡ്ജിയുടെ പിന്മാറ്റത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. ഈ കേസിലെ പ്രതികൾ 2008 അറസ്റ്റിലാകുകയും സിബിഐ തുടരന്വേഷണം നടത്തുന്ന ഘട്ടത്തിൽ ഈ കേസിലെ സാക്ഷിയായ ത്രേസ്യാമ്മയുടെ മൊഴി 164 ഫോർട്ട് കൊച്ചി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ജഡ്ജിയായിരിക്കെ ജോണി സെബാസ്റ്റ്യൻ രേഖപ്പെടുത്തിയിരുന്നു. അത്തരത്തിൽ സിബിഐ തുടർ അന്വേഷണത്തിൽ കേസിൽ 111ാം സാക്ഷിയാണ് ഇപ്പോഴത്തെ സിബിഐ തിരുവനന്തപുരം ജഡ്ജി കൂടിയായ ജോണി സെബാസ്റ്റ്യൻ. അതുകൊണ്ട് താൻ സാക്ഷിയായിരിക്കുന്ന കേസിലെ വിധി പറയുക എന്ന ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഈ കേസിൽ നിന്നും ഇപ്പോൾ പിന്മാറിയിരിക്കുന്നത്. ഹൈക്കോടതിയെ ഈ വിവരം ജഡ്ജി രേഖാമൂലം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ 2 സിബിഐ കോടതികളാണ് നിലവിലുള്ളത്. ഒന്ന് എറണാകുളത്തും ഒപ്പം തന്നെ തിരുവനന്തപുരത്തുമായി ഉണ്ട്. ഇനി എറണാകുളത്തേക്ക് ഈ കേസ് മാറ്റുകയും ഈ കേസ് എറണാകുളം സിബിഐ കോടതി പരിഗണിക്കുകയുമായിരിക്കും ഇനി ഉണ്ടാകുന്ന വഴി. എന്തായാലും തെളിവ് നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിധി തിരുവനന്തപുരം സിബിഐ കോടതിയിൽ നിന്നും ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുന്നു. അഭയ കേസിൽ തെളിവുകൾ നശിപ്പിക്കപ്പെട്ട സംഭവത്തിൽ വിധി പറയാൻ നാളെ ഇരിക്കെയാണ് ജഡ്ജി പിന്മാറിയിരിക്കുന്നത്. ലെസ്ലിയാണ് വിവരങ്ങൾ നൽകിയത്.